ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ഞാനൊന്ന് ഇറങ്ങി ഇവന്മാരുമായിട്ട് മുട്ടിയ തന്റെ ചരിത്രം അടക്കം ഇവന്മാരുടെ ജന്മ സാഹചര്യം വരെ ഇവന്മാരിവിടെ വിളിച്ചു പറയും. ഇതൊക്കെ പറയാൻ നീ ആരാടാ? നിന്നെ എന്തിനാടാ എന്റെ കുടുംബത്തിലേക്ക് കെട്ടിയെടുത്തിരിക്കുന്നത്? അത് താൻ തന്റെ മകളോട് ചോദിച്ചാ മതി. അവൻ മൊഴി നൽകിയിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നീ മാറി നിൽക്കണം ശിവ. ഇല്ലെങ്കിൽ എല്ലാവരും കൂടി നിന്നെ ഇതിൽ പെടുത്തും. ചെയ്യാത്ത കുറ്റത്തിന് ഒളിവെപ്പാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. അങ്ങനെ ഒളിച്ചു പോയിട്ടൊരു ജീവിതവും ശിവനില്ല. നേരെ വാ, നേരെ പോ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്നെ ആരും നിർബന്ധിക്കണ്ട. കുഞ്ഞേ, ഇത് ചതിയാ. കുഞ്ഞിനെ ജയിലിൽ കയറ്റി ജീവിതകാലം മുഴുവൻ ജയിൽ പുള്ളിയാണെന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രപരമായ ചതി. ഇതിൽ വീട് കൊടുക്കരുത്. മോനെ, ശരിയാ മോനെ. ചിലപ്പോ നീ ഡെയ്സി കല്യാണം കഴിക്കുന്നു പറഞ്ഞതിന് ഡെയ്സിയുടെ വീട്ടുകാരൊപ്പിക്കുന്ന പണി തന്നെയായിരിക്കും ഇത്. മോനെ ശിവ, വെറുതെ എന്തിനാ നമ്മൾ അറിഞ്ഞോണ്ട് ചെന്ന് തല വെച്ച് കൊടുക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഉമ്മാക്കി കണ്ടുകൊണ്ടൊന്നും ഞാൻ തീരുമാനിച്ച കാര്യത്തിൽ നിന്നൊന്നും ഞാൻ പിന്തിരിയില്ല. ശക്തമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആരെ എതിർക്കാൻ വരുന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിക്കടാ മോനെ, നിന്നെ എതിർക്കാൻ വരുന്നത് നീ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ പോകുന്ന ആ പെണ്ണിന്റെ അപ്പം തന്നെയാ, ആ യോഹന്നാൻ. സ്വാമി, എനിക്ക് വെച്ച പണികളൊന്നും ഏക്കാതെ വന്നപ്പോ എന്റെ മകനെ തകർത്ത് എന്നിൽ നിന്നും എന്റെ മകനെ പറിച്ചു മാറ്റാൻ അവനും അവന്റെ ആ തലതെറിച്ച സന്താനവും കൂടി ഒരുക്കി മിനിക്ക് കൊണ്ടുവന്നതാ ഈ ചെമ്പല്ലി രാജുവിനെ. എന്നിട്ട് എവനെതിരെ മൊഴി കൊടുപ്പിച്ചതിന് ശേഷം അവനെ അവരങ്ങ് കൊന്നു. എന്തിനാ? കുറ്റം യവന്റെ തലയിലാക്കാൻ. ശിവ, യോഹന്നാൻ വിളിക്കുന്ന കർത്താവും ഞാൻ വിളിക്കുന്ന കൃഷ്ണനും ഒന്നാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൽ ഞാൻ പറയുക, ഇത് നിന്നെ പൂട്ടാൻ വേണ്ടി, സ്വന്തം മകളുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ഒരുക്കിയ കെണി തന്നെയാടാ. ആ കെണിയിൽ വീണ് നീ നിന്റെ ജീവിതം തകർക്കാതിരിക്കാന് നിന്നെക്കാളും ജീവിതവും അവന്റെ കുതന്ത്രങ്ങളും കണ്ടിട്ടുള്ള ഈ അച്ഛൻ പറയുന്നത്, നീ മാറി നിൽക്കണം. എടാ, വെട്ടാൻ വരുന്ന വാളിന് നേരെ കഴുത്ത് നീട്ടി കൊടുക്കുന്നതല്ല ആണത്തം. അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ബുദ്ധി, അതാണ് നീ ഇവിടെ ചെയ്യേണ്ടത്. യോഹന്നാന്റെ പഴയ ചതിക്കെതിരായിട്ടുള്ള ആയുധങ്ങളെ അച്ഛന്റെ കൈവശമുള്ളൂ. പക്ഷേ ഇത് ശിവനാ. ശിവന്റെ കൈയിരിക്കുന്നത് പുതിയ തന്ത്രങ്ങളും. പുതിയതിനാണോ മൂർച്ച കൂടുതലെന്ന് ഞാനൊന്ന് പയറ്റി നോക്കട്ടെ. എടാ മോനെ ശിവ, ശിവ, എടാ ശിവ, ശിവ, അമ്മ പറഞ്ഞൊന്ന് കേക്ക്. ഡാ മോനെ, അമ്മ പറഞ്ഞൊന്ന് കേക്ക്. എടാ എടാ ഞാൻ പറയട്ടെടാ. എടാ, പറയുന്നൊന്ന് കേട്ടിട്ട് പോ മോനെ. സ്വാമി, സാറേ, ശിവൻ ഒരിക്കലും അവനായിട്ടൊരു സംരക്ഷണ ഭിത്തി കെട്ടില്ല. അത് നമ്മളായിട്ട് കെട്ടണം. എന്റെ കുഞ്ഞിനെ ഇനി എനിക്ക് ജയിലിലേക്ക് വിടാൻ പറ്റില്ല. അതിനെന്താണെന്ന് വെച്ചാ ചെയ്യണം, ഉടനെ തന്നെ. എന്റെ കൂടെ അവൻ ഈ മാണിക്കോത്ത് തന്നെ വേണം. നീയൊക്കെ അവനെ തീർക്കുന്ന ആരെങ്കിലും കണ്ടോടാ? ഏയ്, ആരും കണ്ടു കാണാൻ വഴിയില്ല. പിന്നെ
ഞാൻ തന്ന നമ്പറല്ലേടാ ബൈക്കിന് പിന്നിൽ ഒട്ടിച്ചു വെച്ചത്. ആ അത് തന്നെ. ആ, അപ്പൊ പിന്നെ ബൈക്കിന്റെ നമ്പരും പൊക്കി പിടിച്ചോണ്ട് ആരും ഇങ്ങോട്ട് വരില്ല. ആ, ഇനി നീയൊക്കെ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ അങ്ങ് നിക്കണ്ട, മേട്ടുപ്പാളയത്തേക്ക് വിട്ടോ. അവിടെ നമ്മുടെ ഒരു തോട്ടമുണ്ട്, അവിടെ ചെന്ന് കുറച്ചു ദിവസത്തേക്ക് കപ്പയോ കാച്ചിലോ എന്താന്ന് വെച്ചാ നാട്. ആ ഡേയ്, പണവും വാങ്ങി ഇവിടെ എങ്ങാനും കറങ്ങി നടന്ന് ആ സിയുടെ കയ്യിലെങ്ങാനും പെട്ടാൽ കൊലക്കുറ്റോ, അതുകൊണ്ടാ പറയുന്നത്. ഇല്ല, ഞങ്ങൾ പോയിക്കോളാം. എന്നാ പൊക്കോ. നീയൊക്കെ ആ യോഗ പറമ്പിലെ ഗ്യാങ്ങിൽപ്പെട്ടവരല്ലേടാ, ആ കാക്കരായേഷിന്റെ? എടോ, കൊട്ടേഷൻ ഏൽപ്പിക്കുമ്പോ നല്ല നട്ടലുള്ളവരെ ഏൽപ്പിക്കണം. ഹ, എന്നെ കണ്ട ഉടനെ ഇവന്മാരുടെ മുട്ടിടിക്കാൻ തുടങ്ങി. ഇനി ഞാൻ ഇറങ്ങി ഇവന്മാരുമായിട്ട് മുട്ടിയ തന്റെ ചരിത്രം അടക്കം ഇവന്മാരുടെ ജന്മ സാഹചര്യം വരെ ഇവന്മാരിവിടെ വിളിച്ചു പറയും. ഇതൊക്കെ പറയാൻ നീ ആരാടാ? നിന്നെ എന്തിനാടാ എന്റെ കുടുംബത്തിലേക്ക് കെട്ടിയെടുത്തിരിക്കുന്നത്? അത് താൻ തന്റെ മകളോട് ചോദിച്ചാ മതി. അവക്കറിയാം ഞാൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. ഡെയ്സി, 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 ഈ ശിവനെ വിളിക്കുന്ന, ഇറങ്ങി വാ, ഇറങ്ങി വരാൻ. ഡെയ്സി, എന്താട്ടം കാണാനാണ് വായി നോക്കി നിൽക്കുന്നത്? അടിച്ചോടിക്കണവനെ. മുറ്റത്ത് നിന്ന് ആരെങ്കിലും ഓടിച്ചാ മതിയെങ്കിൽ 2 എണ്ണം കൊടുത്ത് ഇവന്മാരെ ഞാൻ ദാ ഇപ്പൊ തന്നെ ഓടിച്ചേക്കാം. അയ്യോ, ഇനിയുണ്ടോടോ ആരെങ്കിലും തല്ലാനോ ചാവാനോ ഒരുങ്ങി നിൽക്കുന്നവര്? ഉണ്ടെങ്കിൽ വിളി. ഒരു പണിയെടുക്കുമ്പോ ശിവനത് തീർത്തെടുക്കണമെന്നുണ്ട്. ശിവ, എന്താ നീ കാണിക്കുന്നേ? ഹേ, ഒന്നുമില്ല, നിന്നെ ഞാൻ കൊണ്ടുപോകാൻ വന്നതാ.